വെൽക്കം ടു കമ്മ്യൂണിക്കേഷൻ ചാനൽ. ആശയവിനിമയത്തിൻ്റെ ലോകത്തേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രസംഗ പരിശീലനത്തിൽ എൻ്റെ ഗുരുവായ ശ്രീ മനോജ് പാലക്കാടിനെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. പ്രസംഗത്തെക്കുറിച്ച് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, അത് കിസ്സായിരിക്കണം എന്ന്. അത് പ്രസംഗമായാലും പ്രസന്റേഷൻ കിസ്സായിരിക്കണം. എന്താണ് കിസ്? KISS. കിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന ഒരർത്ഥം ചുംബനം എന്നുള്ളതാണ്. KISS, കിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കീപ് ഇറ്റ് സിമ്പിൾ ആൻഡ് ഷോർട്ട് എന്നാണ്. നമ്മുടെ പ്രസന്റേഷൻ, നമ്മുടെ പ്രസംഗം, ഒരു വേദിയിൽ നിന്ന് നമ്മൾ ആളുകളോട് സംവദിക്കുമ്പോൾ അതെപ്പോഴും കിസ്സാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, കിസ്സാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ മനോഹാരിത വർദ്ധിക്കുക തന്നെ ചെയ്യും. അതായത് കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ കീപ് ഇറ്റ് സിമ്പിൾ ആൻഡ് ഷോർട്ട്. നമുക്ക് എന്താണോ അവതരിപ്പിക്കാനുള്ളത് അതെന്തായിരിക്കണം? സിമ്പിൾ ആവണം, ഷോർട്ട് ആവണം. എന്താണ് സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സിമ്പിൾ ആവുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് പറയാൻ, പക്ഷേ സിമ്പിൾ ആവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം ലളിതമായി നമ്മൾ പറയേണ്ട കാര്യം അവതരിപ്പിക്കുക. ലളിതമായി അവതരിപ്പിക്കുമ്പോൾ വളരെ ലളിതമായി ആളുകൾക്ക് കാര്യം മനസ്സിലാവും. അതിൽ സങ്കീർണമായ പദപ്രയോഗങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഓഡിയൻസ്, നമ്മുടെ ശ്രോതാക്കൾക്കനുസരിച്ച് വാക്കുകളെ, പദങ്ങളെ നമുക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞാൽ അതുതന്നെയാണ് അതിനെ സിമ്പിളാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തോടാണ് നമ്മൾ സംവദിക്കുന്നതെങ്കിൽ അവിടെ അവരുടെ വിദ്യാഭ്യാസ നിലവാരത്തിനനുസരിച്ച് നമ്മൾ വാക്കുകൾ തിരഞ്ഞെടുക്കണം. മറിച്ച് നമ്മൾ സംസാരിക്കുന്നത് കുറച്ചുകൂടെ വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകളോടാണെങ്കിൽ, ഏതർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ കർഷക സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിന് മറ്റു മേഖലകളിൽ ഔപചാരിക വിദ്യാഭ്യാസം മാത്രം നേടിയ ആളുകളായിരിക്കാം, അവരോട് സംവദിക്കുമ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് വാക്കുകൾ തിരഞ്ഞെടുക്കാൻ കഴിയണം. വാക്കുകളുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രഭാഷകന്റെ അല്ലെങ്കിൽ പ്രസന്ററുടെ ഒരു പ്രത്യേക തിരഞ്ഞെടുപ്പാണ്. അദ്ദേഹത്തിന്റെ വിവേകത്തിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പ് എപ്പോഴും ലാളിത്യത്തിൻ്റെതാക്കാൻ ശ്രമിക്കുക. അതുപോലെ അതിനെ ഷോർട്ടാക്കുക എന്നുള്ളതാണ് അടുത്ത S കൊണ്ട് ഉദ്ദേശിക്കുന്നത്. KISS ആണല്ലോ കിസ്. ആദ്യത്തെ S സിമ്പിൾ ആണെങ്കിൽ രണ്ടാമത്തെ S ഷോർട്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നമുക്ക് പറയേണ്ട കാര്യം അത് സദസ്സിനോടാക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെ ഷോർട്ടാക്കാൻ, ചുരുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ബ്രെവിറ്റി ഈസ് എ സോൾ ഓഫ് വിറ്റ് എന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ്. ബ്രെവിറ്റി ഈസ് എ സോൾ ഓഫ് വിറ്റ്. ബുദ്ധിയുടെ, വിജ്ഞാനത്തിന്റെ അടയാളം, ആത്മാവാണ് സത്യത്തിൽ എന്ത്? ചുരുക്കുക, ചുരുക്കി പറയുക എന്നുള്ളത്. അപ്പോൾ ഒരു കാര്യത്തെ ചുരുക്കി പറയാൻ ശ്രമിക്കുന്നത് അത് വലിയൊരു മികവായി നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രസന്റേഷൻ എപ്പോഴും സിമ്പിളാക്കാൻ ശ്രമിക്കുക, ഷോർട്ടാക്കാൻ ശ്രമിക്കുക. അത് പ്രസംഗമായാലും ശരി, ഒരു സെമിനാർ പ്രസന്റേഷൻ ആയാലും ശരി, ഒരു വേദിയിൽ നിന്ന് ആളുകളോട് നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംവദിക്കുന്നത് എന്തായാലും ശരി, അതെല്ലാം ഈ ഒരു തലത്തിൽ വരുന്നതാണ്. സോ മേക്ക് യുവർ പ്രസന്റേഷൻ കിസ്. ചുംബനം പോലെ ഏറ്റവും ലളിതമായി, ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസന്റേഷനെ അവതരിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.